ഹലോ ഹായ് ഡിയർ ഫ്രണ്ട്സ്. ചരിത്ര പ്രസിദ്ധമായ പുതുപ്പള്ളി പള്ളിയുടെ ഫ്രണ്ടിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. അപ്പം ഞാൻ പുതുപ്പള്ളി വരെ പോവുകയാണ്. പുതുപ്പള്ളി ബെസ്റ്റ് ബേക്കേഴ്സിന്റെ 40th ആനിവേഴ്സറി സെലിബ്രേഷനിലേക്ക് എന്നെ കൂടെ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മുടെ പള്ളിയിൽ വന്നിട്ട് ഒന്ന് പ്രാർത്ഥിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ ബാക്കി വിശേഷങ്ങൾ ബെസ്റ്റ് ബേക്കേഴ്സ് ചെന്നിട്ട് ഷെയർ ചെയ്യാം. പള്ളിയിൽ നിന്നും ഇറങ്ങി ഞാനിവിടെ ബെസ്റ്റ് ബേക്കേഴ്സിന്റെ ഓഫീസിൽ എത്തിയിട്ടുണ്ട്. ഇവിടുത്തെ GM മിസ്റ്റർ അരുൺ മാമൻ എന്നെ സ്വാഗതം ചെയ്തു. ഇന്നിവിടെ ആനിവേഴ്സറി സെലിബ്രേഷനനുബന്ധിച്ച് ബെസ്റ്റ് ബേക്കേഴ്സിന്റെ സാരഥികളായ രമേശൻ ചേട്ടനും പ്രേം സാറും അദ്ദേഹത്തിന്റെ ഫാമിലിയും സ്റ്റാഫും ഒക്കെ ആയിട്ട് ചെറിയൊരു ആനിവേഴ്സറി സെലിബ്രേഷൻ. അതിലേക്ക് നിങ്ങളെ ഏവരെയും ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു. ഞാനിപ്പോ ഇവരുടെ ബോർമയിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം മിക്സ് ചെയ്യാണ്. ക്രിസ്മസിന് വേണ്ടിയിട്ട് ഒരുക്കങ്ങളൊക്കെ തകൃതിയായിട്ട് നടക്കുന്നു. അപ്പൊ ഈ ഒരു ഡ്രൈ ഫ്രൂട്ട്സിന് ഇവർ പുഴുക്കെന്നാണ് പറയുന്നത്. ഇതിങ്ങനെ മിക്സ് ആക്കി എടുത്ത ശേഷം ഇവിടെ ഒരു മിക്സിംഗ് മെഷീൻ ഉണ്ട്. ഈ മെഷീനിലേക്ക് ഇട്ടിട്ട് ഇത് മിക്സ് ആക്കി എടുക്കും. അപ്പൊ ഈ ചേട്ടൻ ഇവിടെ വർഷങ്ങളായിട്ടുള്ള സ്റ്റാഫാണ്. അപ്പൊ നമ്മൾ എന്തെങ്കിലും ചെയ്ത് കൊടുക്കണോ, എല്ലാം മെഷീൻ തന്നെ ചെയ്ത് കൊണ്ടോ എന്ന് ഞാൻ ചോദിക്കുകയായിരുന്നു. ഇനി ആ ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം കേക്കിന്റെ ബാറ്ററിലേക്ക് ഇട്ടിട്ട് ഇതുപോലെ മിക്സ് ആക്കി എടുക്കും. മുട്ടയുടെ വെള്ളയിൽ എസൻസ് ഒക്കെ ചേർത്ത് കൊടുത്ത ശേഷം ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പൊ പ്രൊഫഷണൽ രീതിയിൽ കേക്ക് റെഡിയാക്കി എടുക്കുന്ന ആദ്യമായിട്ടാണ് കാണുന്നത് ഇങ്ങനെ മെഷീനൊക്കെ. അപ്പൊ ആ ഒരു ബാറ്റർ അളവ് കറക്റ്റ് നോക്കിയിട്ട്, അതായത് 1 കിലോയുടെ കേക്കാണ്, കറക്റ്റ് ആ ഒരു തൂക്കം നോക്കിയ ശേഷം കേക്കിന്റെ ട്രേയിലേക്ക് വെച്ചിട്ട് ഇത് ബേക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇവരിങ്ങനെ ചെയ്തപ്പോൾ എനിക്കും ചെയ്യാനായിട്ടൊരു ആഗ്രഹം തോന്നി. കറക്റ്റ് ആ ഒരു തൂക്കം നോക്കിയെടുത്ത ശേഷം വീണ്ടും കേക്കിന്റെ ട്രേയിലേക്ക് ഇട്ടിട്ട് ഇത് ബേക്ക് ചെയ്യാൻ വേണ്ടി മാറ്റി വയ്ക്കും. അപ്പൊ ഈ ട്രേ എല്ലാം ഒന്ന് ഫില്ല് ചെയ്ത ശേഷം ഒരുമിച്ച് ബേക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത്. കണ്ടോ, ഈ ട്രേ എല്ലാം ഇവിടെ നല്ല അടുക്കി വെച്ച ശേഷം ഇവരിങ്ങനെ ഇത് ബേക്ക് ചെയ്തെടുക്കുകയാണ്. എണ്ണൂറ് ഗ്രാമിന്റെ ഓക്കെ. അപ്പൊ 25 ഔട്ട്ലെറ്റ്സ് ആയല്ലേ ബെസ്റ്റ് ബേക്കേഴ്സിന്. ഞാനിപ്പോ ഇവിടെ ഐസിംഗ് കേക്ക് മേക്കിംഗ് സെഷനിൽ എത്തിയിട്ടുണ്ട്. കിട്ടുന്ന ഓർഡർ അനുസരിച്ച് ഡിഫറെന്റ് ഷേപ്സ് ആൻഡ് ഡിസൈൻസിൽ ബർത്ത്ഡേ ആൻഡ് ആനിവേഴ്സറി കേക്ക്സ് പ്രൊഫഷണൽസ് അടിപൊളിയായിട്ട് ചെയ്യുന്നു. ഇത് 1 kg വൈറ്റ് ഫോറസ്റ്റ് കാരമൽ കേക്കാണ് ചെയ്യുന്നത്. കേക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് ഇരിക്കാനായിട്ടുള്ള ടിപ്സ് ആൻഡ് ട്രിക്സ് ഒക്കെ ഞാൻ ഇവരോട് ചോദിക്കായിരുന്നു. ഒരു സൈഡിലായിട്ട് വൈറ്റ് ഫോറസ്റ്റ്, ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കിന്റെ ഒക്കെ പ്രിപ്പറേഷൻസ് നടന്നുകൊണ്ടേയിരിക്കുന്നു. ഇത് കിവി ഫ്ലേവേർഡ് ആയിട്ടുള്ള ഒരു ജെല്ലി ടൈപ്പ് കേക്കാണ്. അപ്പോൾ ഉണ്ടാക്കിയെടുത്ത കേക്ക്സ് എല്ലാം ഐസിംഗ് കേക്സിന്റെ കോൾഡ് സ്റ്റോറേജ് റൂമിൽ വെച്ചിട്ടുണ്ട്. വൈറ്റ് ഫോറസ്റ്റ്, ബ്ലാക്ക് ഫോറസ്റ്റ്, കിവി ഫ്ലേവേർഡ് കേക്ക് എല്ലാം ഇവിടെ വെച്ചിട്ടുണ്ട്. ഒരു സൈഡിലായിട്ട് അരി വറുത്ത് പൊടിച്ചെടുക്കുന്ന ഒരു മെഷീനാണ്. ഇത് വെച്ചിട്ടാണ് ഇവിടുത്തെ ഫുഡ് പ്രോഡക്ട്സ് എല്ലാം ഉണ്ടാക്കിയെടുക്കുന്നത്. ബോർമയിൽ നിന്നും ഉണ്ടാക്കിയെടുത്ത ഫുഡ് പ്രോഡക്ട്സ് എല്ലാം അവരുടെ തന്നെ വണ്ടിയിൽ ബേക്കറിയിലേക്ക് പോകുന്ന കാഴ്ചയാണ് ഈ കാണുന്നത്. ഹലോ ഡിയർ വ്യൂവേഴ്സ്, ഞാനിപ്പോൾ ഉള്ളത് പുതുപ്പള്ളി ബെസ്റ്റ് ബേക്കേഴ്സിന്റെ സാരഥികളായ പ്രേം സാറിന്റെയും രമേശൻ ചേട്ടന്റെയും കൂടെയാണ്. 1984 നവംബർ 29 ഇവരെ ഫസ്റ്റ് കട സ്റ്റാർട്ട് ചെയ്തു. ഈ 2024 നവംബർ 29 ആകുമ്പോഴത്തേക്കും 40 വർഷം പിന്നിട്ടിരിക്കുന്നു. അപ്പോ ഇന്ന് നിങ്ങളോട് ഇവരുടെ 25 ഔട്ട്ലെറ്റ്സുമായിട്ട് വിജയകരമായിട്ട് മുമ്പോട്ട് പോകുന്നു. അപ്പൊ അതിന്റെ ഒരു സക്സസ്ഫുൾ സ്റ്റോറി നമുക്ക് ഇവരോട് ചോദിച്ചറിയാം. അതിനു മുന്നേ രമേശൻ ചേട്ടനോടും പ്രേം സാറിനോടും ഒരു ചോദ്യം. നിങ്ങളുടെ ആദ്യത്തെ ആ ഒരു ഫസ്റ്റ് ബെസ്റ്റ് ബേക്കേഴ്സ് തുടങ്ങാനുള്ള ആ ഒരു ഇൻസ്പിറേഷൻ എങ്ങനെയാണ് ആ ഒരു ഫസ്റ്റ് ഷോപ്പ് സ്റ്റാർട്ട് ചെയ്തൊന്ന് വിശദീകരിക്കാമോ? കോട്ടയത്ത് വരുന്ന 12 വയസ്സിലാണ് ഒരു ബേക്കറി ജോലിക്ക് വരിക. അന്നത്തെ കാലത്തെ കൊച്ചു പിള്ളേരൊക്കെ ബേക്കറി ജോലിക്ക് വരുന്ന ഒരു കാലമാണ്. അവിടുന്ന് എന്താ പറയുന്ന പല സ്ഥലങ്ങളിൽ 25ഓളം ബേക്കറി ചെറുതും ജോലി ചെയ്തു. ഒരു 6 വർഷക്കാലം മംഗലാപുരത്തായിരുന്നു. അന്ന് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ബേക്കറി ഉള്ള സ്ഥലം എന്ന് പറയുന്നത് മംഗലാപുരം. അപ്പൊ അവിടുത്തതും കോട്ടയത്തെ എല്ലാം കൂടെ പരിചയം കൊണ്ട്
ഒരു സ്വന്തമായിട്ട് ചെറിയ സംരംഭം തുടങ്ങാം എന്നൊരു ആത്മവിശ്വാസം വന്നു. അപ്പം ഇത് അറിയാവുന്ന ആത്മവിശ്വാസം മാത്രം. പിന്നെ എൻ്റെ സഹോദരൻ പ്രേമനെ, പിന്നെ ഒരു പെങ്ങളും എൻ്റെ സുരേൻ, അവരെയൊക്കെ കൂട്ടിയിട്ടാണ് തുടങ്ങുന്നത്. പിന്നെ തുടങ്ങുമ്പോൾ എന്താ പറയുന്ന ഒരു നിലനിൽപ്പായിരുന്നു അന്നത്തെ പ്രശ്നം. പിന്നെ അന്നത്തെ ഏറ്റവും വലിയൊരു ഫുഡ് എന്ന് പറഞ്ഞാൽ കോട്ടയംകാർക്ക് റസ്കിനാണ് ഏറ്റവും പ്രാധാന്യം കൊടുക്കുന്നത്. അതിലെ കൂടിയാണ് നമ്മൾ ജനങ്ങളുടെ മനസ്സിലേക്ക് എത്തുന്നത്, എന്നും വരുന്ന വാങ്ങിക്കുന്നത്. അവിടുന്ന് പിന്നെ എന്താ പറയുന്നത് പ്രേമന്റെ ജനങ്ങളുമായിട്ട് ബന്ധവും റസ്കായിരുന്നു അന്നത്തെ. പിന്നെ പ്ലം കേക്ക് അന്നത്തെ കാലത്തൊരു മറ്റു കേക്കുകളൊന്നും ഇല്ല, മെയിൻ പ്ലം കേക്കാണ്. അപ്പൊ അത് പല സ്ഥലത്തു നിന്നുള്ളൊരു വ്യത്യസ്തമായൊരു തോന്നുന്നതുകൊണ്ട് നമ്മളടുത്ത് ഏറ്റവും കൂടുതൽ. എന്റെ അടുത്ത ക്വസ്റ്റ്യൻ പ്രേം സാറിനോടാണ്. ബേക്കേഴ്സ് അസോസിയേഷൻ സ്റ്റേറ്റ് സെക്രട്ടറി ആയിട്ട് 2 വർഷം പ്രവർത്തിച്ചിട്ടുണ്ട്. ഇപ്പോൾ സ്റ്റേറ്റ് ട്രഷററായിട്ട് വർക്ക് ചെയ്യുന്നു. 40 വർഷം പിന്നിട്ടിരിക്കുമ്പോൾ പുറകോട്ട് തിരിഞ്ഞു നിൽക്കുമ്പോൾ സാറിന് എന്താണ് തോന്നുന്നത്? 1984 ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയത്ത് പഠിത്തത്തിന്റെ മിടുക്ക് കൂടുതൽ കാരണം തോറ്റുപോര് പഠിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ആ സമയത്താണ് ഇങ്ങനെ ഒരു അവസരം കിട്ടിയത്. ചേട്ടന് ഒരു ബേക്കറി തുടങ്ങാനൊരു ആലോചനയും അതിന്റെ ഭാഗമായിട്ട് കോട്ടയത്ത് എത്തിപ്പെട്ടു. 1984 ഒക്ടോബർ 15 കോട്ടയത്ത് വന്നു. അതിനുശേഷം 1.5 മാസത്തിനോട് ശേഷം നവംബർ 29 ഒരു പുതിയ കട തുടങ്ങാനുള്ള സാഹചര്യം ഉണ്ടായി. അതിന് ഒത്തിരി പേരുടെ കടപ്പാട് ഇതിനകത്തുണ്ട്. കാരണം അന്നത്തെ നമ്മുടെ അയൽപക്കത്തിലെ കുറെ മുസ്ലിം കുടുംബത്തിനോടും പിന്നെ പുതുപ്പള്ളിയിലെ നല്ലവരായ നാട്ടുകാരോടും. പക്ഷെ ആ പ്രസ്ഥാനം തുടങ്ങിയിട്ട് വേറെ എക്സ്പീരിയൻസ് ഒന്നുമില്ല, കുടുംബപരമായിട്ടില്ല, മറ്റുള്ളൊന്നുമില്ല. ആകെ ഇദ്ദേഹത്തിന്റെ കൈപുണ്യം പിന്നെ പബ്ലിക്കായിട്ടുള്ള ഒരു ബന്ധത്തിന്റെ ഒരു ഇതിൽ മാത്രമേ കൈമുതലുള്ളൂ. അത് 2 വർഷം കൊണ്ട് അത് അന്നത്തെ ക്യാപിറ്റലായ 35,000 ആയിരുന്നു, അത് 4 ഇരട്ടി കടയായിരുന്നു. പക്ഷെ അതിനുശേഷം ഒരു ഇച്ഛാശക്തിയുടെ ഇദ്ദേഹത്തിന്റെ ഒറ്റ പവർ കൊണ്ടാണ്. കാരണം കൈമുതലായിട്ട് ഇവിടുത്തെ ട്രെൻഡ് മനസ്സിലാക്കി റസ്കും കേക്കുകളൊക്കെയാണ് അത് സാധാരണ ജനങ്ങളിൽ എത്തിക്കുകയും പിന്നെ എടുത്തു പറയേണ്ടത് ഇവിടെ ഇത്തെ ഒരു കൾച്ചർ അനുസരിച്ച് മരിച്ചടക്ക് ഒരു വലിയ അന്നത്തെ കാലത്ത് ഒരു ബണ്ണും 2 ബിസ്ക്കറ്റും ഒരു പഴവും ഒരു കടുങ്കാപ്പിയും കുടിക്കുന്ന സ്ഥലത്ത് നമ്മളത് പാക്ക് ചെയ്ത് കൊടുത്ത് ആ തുടക്കം ഇന്ന് ഏതാണ്ട് ഒരു പാക്കറ്റ് 75 രൂപ വരെ എത്തുന്ന കാലഘട്ടത്തായി തുടർന്ന് പോകുന്നുണ്ട്. അത് വലിയൊരു കാര്യമാണ്. പിന്നെ അങ്ങനെയുള്ള സഭകൾ, പള്ളികളായിട്ടുള്ള ബന്ധങ്ങൾ, സഭകളായിട്ടുള്ള ബന്ധങ്ങൾ, അങ്ങനെ കോട്ടയത്തിന്റെ ഒരാളായിട്ട് ജീവിക്കാനുള്ള സാഹചര്യം ഒത്തു. അതുകൊണ്ട് വളരെ സന്തോഷത്തോടെയാണ് കോട്ടയത്തിലൊരു, അതായത് പുതുപ്പള്ളിയുടെ ഒരാളായിട്ടാണ് നമ്മൾ ഇവിടെ, അല്ലാതെ തലശ്ശേരിയിൽ നിന്ന് വന്ന ഒരാളായിട്ടല്ല, ഇവിടുത്തെ ഒരാളായിട്ട് ജീവിക്കുന്നത്. അടുത്തായിട്ട് ചോദിക്കാനുള്ള ശ്രീജ മാമിനോടാണ്. വളരെ ബോൾഡ് ആൻഡ് സ്മാർട്ട് ആയിട്ടുള്ള ലേഡി എന്റർപ്രണർ ആണ്. അപ്പോൾ നമ്മുടെ ബെസ്റ്റ് ബേക്കേഴ്സിന്റെ ക്രിസ്മസ് ഒരുക്കങ്ങളൊക്കെ എവിടെ വരെ എത്തി നിൽക്കുന്നു? ചേട്ടൻ്റെയാണ് റെസിപ്പി ഇവിടുത്തെ പണ്ട് മുതലുള്ള റെസിപ്പി പിന്നെ നല്ലതാക്കിക്കൊണ്ടേയിരിക്കുന്നു. ഓരോ വർഷവും ഓരോ പ്രാവശ്യവും നമ്മൾ സാമ്പിൾ കഴിച്ച് പിന്നെയും കൂടുതൽ നല്ലതും ഏറ്റവും നല്ല ഗുണമേന്മയോടെ കൊടുക്കാനും നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ട്. പിന്നെ ഇതുപോലെ തന്നെ മാർക്കറ്റിൽ വരുന്ന മാറ്റങ്ങൾക്കനുസരിച്ച് പല കടകളിൽ നിന്ന് സാമ്പിളൊക്കെ നോക്കി അതിനേക്കാൾ ഏറ്റവും നല്ലതായിട്ട് കൊടുക്കാൻ പറ്റുന്നതിൻ്റെ ഏറ്റവും മാക്സിമം നല്ല രീതിയിൽ കൊടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. പിന്നെ കേക്കുകളുടെ വെറൈറ്റി ഓരോ വർഷവും ഓരോ പുതിയ കേക്ക് കൊണ്ടുവരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്, അതിനനുസരിച്ച് ചെയ്യുന്നുണ്ട്. ഈ പ്രാവശ്യം പുതിയൊരു പ്ലം ഇറക്കുന്നുണ്ട്, പിന്നെ മിൽക്ക് നട്ട് കേക്ക് ഇറക്കുന്നുണ്ട്. പിന്നെ സാധാരണ എല്ലാ വർഷവും ഉള്ളതുപോലെ പ്ലം കേക്ക്സ്, പൈനാപ്പിള്, മാർബിള്, ക്യാരറ്റ്. ഏറ്റവും കൂടുതൽ സെയിലുള്ളത് പ്ലം കേക്കും ക്യാരറ്റ് കേക്കും. ഈ കേക്ക് ഇപ്പൊ കുറച്ചും കൂടി ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടു തുടങ്ങിയിട്ടുണ്ട്. ബെസ്റ്റിന്റെ ഒരു പ്രീമിയം ആയിട്ട് പോകുന്നുണ്ട്. അടുത്തതായിട്ട് ചോദിക്കാനുള്ള അനന്തനോടാണ്. ചെറിയ പ്രായം മുതലേ പേരൻസിന്റെ ബിസിനസ് ഒക്കെ കണ്ടു വളർന്ന ഒരാളെന്ന നിലയിൽ ബിസിനസ് മേഖലയിൽ ചലഞ്ചസ് ഏറി വരികയാണ്. ഈ പുതിയ കാലഘട്ടത്തിൽ കോമ്പറ്റീഷൻസ് ഏറെയാണ് ഈ ഒരു ബിസിനസ് മേഖലയിൽ. അപ്പോൾ ഓരോ വർഷവും മാറി മാറി വരുന്ന രുചിക്കൂട്ടുകളും ഒക്കെ കോമ്പറ്റീഷൻസിന് കാരണമാകുന്നു. ഈ ചലഞ്ചസിനെയൊക്കെ എങ്ങനെയാണ് ഓവർകം ചെയ്ത് മുന്നോട്ട് പോകുന്നത്? ചാലഞ്ചസ് പറയുവാണെങ്കിൽ ഞാൻ വന്നതിന് ശേഷം ചാലഞ്ചസ് ഉണ്ട്. ഈ ചേഞ്ചസ് കൊണ്ടുവരുന്നത് തന്നെ ഒരു ചാലഞ്ചസ് ആണല്ലോ. അപ്പം ആ ചാലഞ്ചസ് എനിക്ക് ഇവരുടെ സപ്പോർട്ട് കൊണ്ട് കുറേ മാറ്റങ്ങൾ ഇവിടെ വരുത്താൻ പറ്റി. ഞാൻ ഏകദേശം ഒരു 9-10 വർഷമായിട്ട് ഇപ്പം ബിസിനസ്സിലുണ്ട്. ഇതിനു മുമ്പ് ചെറുപ്പം മുതലേ മനസ്സിലാക്കി പോകുന്നുണ്ടെങ്കിൽ പോലും ഇപ്പം ബിസിനസ്സിലോട്ട് ഇറങ്ങിയിട്ട് എനിക്ക് ബെസ്റ്റ് ബേക്കേഴ്സിൽ കുറേ ഇംപ്ലിമെൻറ്റേഷൻസ് ചെയ്യാൻ പറ്റി. പറയുകയാണെങ്കിൽ സോഫ്റ്റ്വെയർ ഇംപ്ലിമെൻറ്റേഷൻസ്, അക്കൗണ്ട്സിൽ കുറച്ച് സ്ട്രക്ചേർഡ് രീതിയിലൊക്കെ മാറ്റങ്ങൾ വരുത്താൻ പറ്റി. പിന്നെ ബിസിനസ്സിൽ ഞാൻ ഇപ്പോഴും ഒരു പോസിറ്റീവായിട്ട് കാണുന്നത് വെച്ചാൽ
ബെസ്റ്റ് ബേക്കേഴ്സിന്റെ ഒരു തണലിൽ അത് പറയുവാണെങ്കിൽ ഇവർ തന്ന ഈ ഒരു ഇൻഡസ്ട്രി, ഫുഡ് ഇൻഡസ്ട്രിയിൽ നിന്ന് കിട്ടുന്ന ബന്ധങ്ങൾ എന്ന് വെച്ചാൽ ഭയങ്കര ഒരു പോസിറ്റീവ് ബന്ധമാണ്. അപ്പോൾ ആ ബന്ധങ്ങൾ കൊണ്ട് എനിക്ക് കിട്ടുന്ന കുറേ അവരുടെ ഒരു പരിഗണന, ഈ ഒരു ബെസ്റ്റ് ബേക്കേഴ്സിന്റെ ലേബലിൽ കിട്ടുന്ന ഒരു പരിഗണന, ഒപ്പം കുറേ പേരുടെ ഒരു ഫ്രണ്ട്ഷിപ്പ്, അതൊക്കെ ഞാൻ വളരെയധികം എൻജോയ് ചെയ്യുന്നുണ്ട്. അത് തന്നെ എനിക്കൊരു മോട്ടിവേഷനാണ് കൂടുതൽ ഈ ബിസിനസ് ഡെവലപ്പ് ചെയ്യാനും. ഒപ്പം തന്നെ നമുക്കിപ്പോൾ ഒരു നല്ലൊരു ടീമാണ്. ആ ഒരു ടീമിൻ്റെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ കിട്ടുന്ന എനർജി, ഇതെല്ലാം എനിക്കൊരു പോസിറ്റീവ് സൈനായിട്ട് കാണുന്നുണ്ട്. അത് തന്നെയാണ് ഞാനിപ്പം ഈ മുന്നോട്ട് എന്നെ ഇങ്ങനെ നയിക്കുന്ന ഒരു വലിയൊരു ഫോഴ്സ്. താങ്ക് യു. ബെസ്റ്റ് ബേക്കേഴ്സിന്റെ 40 വർഷം പൂർത്തിയാകുന്ന ഈ ഒരു വേളയിൽ ഈ ഒരു സക്സസ്ഫുൾ ഫാമിലിയോടൊപ്പം അല്പസമയം ചെലവഴിക്കാൻ സാധിച്ചത് തന്നെ വളരെ അനുഗ്രഹമായിട്ട് തോന്നുന്നു. 25 ഔട്ട്ലെറ്റ്സ് ഉള്ള ഈ ബെസ്റ്റ് ബേക്കേഴ്സ് സ്ഥാപനം ഇനിയും ഒരുപാട് ഉയർച്ചയിലേക്ക് പോകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. 25 ഔട്ട്ലെറ്റ് എന്നുള്ളത് ഇനി അതിലേറെ കൂടുതൽ ഔട്ട്ലെറ്റ്സ് ആയിട്ട് വിജയം കൈവരിക്കുന്നവർക്ക് സാധിക്കട്ടെ. നന്ദി, നമസ്കാരം. ബോർമയിൽ നിന്നും ഇറങ്ങി ഞാനിപ്പോൾ ബെസ്റ്റ് ബേക്കേഴ്സിന്റെ ആദ്യത്തെ സ്ഥാപനമായ ബേക്കറിയിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ വെച്ച് തന്നെ കൺക്ലൂഡ് ചെയ്യാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷം. ഇവിടെ ചെറിയൊരു ബർത്ത്ഡേ സെലിബ്രേഷൻ ഉണ്ട്. ഇവരുടെ തന്നെ റെസ്റ്റോറൻറ്റ് പാർട്ട്നേഴ്സും പ്രേം സാറിന്റെ കസിനുമായ ഐശ്വര്യയുടെ ബർത്ത്ഡേ സെലിബ്രേഷൻ ആണ്. താങ്ക് യു ആൻഡ് കീപ്പ് ഓൺ വാച്ചിങ്.